നാട്ടിലോട്ടൊന്നും പോക്കില്ലല്ലേ? ഞാനും പോയിട്ടില്ല സഖാവേ. ഇവിടൊക്കെ തന്നെ ഉണ്ട് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലേ. സഖാവിന് ഓർമ്മ കാണുകയല്ല. കൊല്ലം 5-8 നാട്ടുകാരനാ. എന്റെ കൂടെ സമരം ചെയ്യാൻ വന്നതാ തിരുവനന്തപുരത്ത്. അല്ല, നാരായണ സഖാവ് ഇപ്പോഴും ഇവിടെ സമരം ചെയ്യുന്നുണ്ടോ? നിനക്ക് സമരം എന്തോന്നറിയാം? ഇവിടെ ചേർക്ക പോലീസുകാരുടെ തല്ലെന്താന്നറിയോ? സമരം ചെയ്തും തല്ലുകൊണ്ട് മരിച്ച എന്റെ സഖാവിനെ നീ മറന്നു കാണും ഇല്ലടാ. വികസനം വരെ കിടപ്പാടോ സഖാവ് കിടക്കുന്ന മണ്ണ് ഇടിച്ചു നിർത്തിയപ്പം മുദ്രാവാക്യം വിളിക്കാൻ നിനക്ക് നിന്റെ കൂടെയുള്ള കുട്ടി സഖാക്കൾക്ക് എന്തൊരു ആവേശമായിരുന്നു. ഇപ്പൊ ഒരുത്തനും കാണുന്നില്ലല്ലോ ആ വഴിക്ക്. അല്ല സഖാവേ, ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുടെ ഇടയിൽ ഏത് ജനങ്ങളുടെ പ്രശ്നമാടാ പറ? ഞാനും എന്നെ പോലുള്ള പാവങ്ങളും അല്ലാതെ ഏത് ജനങ്ങളുടെ പ്രശ്നമാടാ നീ ഓടി നടന്ന് നേരെയാക്കുന്നേ? സഖാവ് തൽക്കാലം ചെല്ല്. ഇത് ഏത് മുതലാളിയുടെ കാശാ? എന്റെ പട്ടിക്ക് വേണം നിന്റെ ഈ കാശ്. വിശക്കുമ്പോ ഞാനിരുന്ന് തെണ്ടുന്നുണ്ട്. നീ കൊണ്ടുവന്നിരുത്തിയ സെക്രട്ടേറിയറ്റിന്റെ നടയില് അത് മതി എനിക്ക്. വാടോ. പാർട്ടിന്ന് പുറത്താലേ? എന്നെ ഞങ്ങളുടെ പാർട്ടി പുറത്താക്കിയതാ. ഇനിയിപ്പൊ പി നോക്കി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3-ാം മുന്നണി ഉണ്ടാക്കിയാലോ?